നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമകളായ ഒട്ടേറെ യുവാക്കളെ കാണാൻ കഴിയും. കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ആദ്യമൊക്കെ ജീവിതത്തെ ഉന്മാദാവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്നവരുണ്ട്. ഇതിന്റെ അടിമകളായി കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയണ്ടേ? ഒന്ന് കോഴിക്കോട് കൊയിലാണ്ടി സ്റ്റേഡിയം വരെ ഒന്ന് പോകാം. അവിടെ രാവിലെ നടക്കാനെത്തിയവർ ഒരു യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുവങ്ങാട് സ്വദേശി അമൽ സൂരിയാണ് മരിച്ചത്. സമീപത്തായി അബോധാവസ്ഥയിൽ മറ്റൊരു യുവാവും ഉണ്ടായിരുന്നു. മൃതദേഹത്തിന് സമീപത്തുനിന്ന് സിറിഞ്ചുകൾ കണ്ടെത്തി. യുവാവ് അമിതമായി ലഹരിമരുന്ന് ഉപയോഗിച്ചതായി സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നു. രാവിലെ 5:30 കൊയിലാണ്ടിയിലെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ എത്തിയവരാണ് ഗാലറിയിൽ ഡ്രെയിനേജിൽ മുഖം നിലത്തുകുത്തിയ നിലയിൽ അമൽ സൂര്യയെ കണ്ടെത്തിയത്. സമീപം അബോധാവസ്ഥയിൽ മറ്റൊരു യുവാവും ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ അമലിന്റെ മരണം സംഭവിച്ചിരുന്നു. വടകര ഡിവൈഎസ്പി കെ വിനോദ് കുമാർ, കൊയിലാണ്ടി സിഐ മെൽവിൻ ജോസ്, SI കെ രാജീവൻ, ഫിംഗർ പ്രിന്റ് ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്തുനിന്ന് സിറിഞ്ചും ലഹരിമരുന്നിന്റെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. നാർക്കോട്ടിക്സ് പരിശീലനം നേടിയ പ്രിൻസ് എന്ന നായയെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. രാത്രി ഇയാൾക്കൊപ്പം 3 പേർ കൂടി ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അമൽ സൂര്യയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു. സ്റ്റേഡിയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഗ്രൗണ്ടിനുള്ളിലേക്ക് കടന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള വഴികൾ, കുറുക്ക് വഴികൾ ഒരുപാടുണ്ട്. ഇതെല്ലാം നിയന്ത്രിച്ച് ഗേറ്റ് വെച്ചടയ്ക്കണം എന്നുള്ളത് കൊയിലാണ്ടിയിലെ ജനങ്ങളുടെ വർഷങ്ങളായ ആവശ്യമാണ്. ഇതിനോട് അങ്ങേയറ്റം അലംഭാവമാണ് സ്പോർട്സ് കൗൺസിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ ഇത്തരക്കാരുടെ താവളമായി മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസും BJPയും DYFIയും ആവശ്യപ്പെട്ടു. 1.5 വർഷം മുമ്പ് പെരുവട്ടൂർ സ്വദേശിയായ 26-കാരൻ മരിച്ചതിലും ലഹരി മാഫിയ സംഘത്തിന് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ന്യൂസ് 18 കൊയിലാണ്ടി.